നമ്മൾ കൂവ പറിക്കാൻ വേണ്ടിയാണ് ഈ കെട്ടും കൂട്ടുമായിട്ടൊക്കെ ഇറങ്ങി വന്നത്. അപ്പൊ നാട് കിടക്കും നമ്മുടെ കൃഷി സ്ഥലത്ത് ഒരു അതിഥിയല്ല വയ്യാത്തയാണെന്ന് തോന്നട്ടോ. ചീനയൊക്കെ വാടിപ്പോയി. നമ്മൾ എടുക്കാൻ വന്നിരിക്കുന്നത് കൂവയാണ് കേട്ടോ. കഴിഞ്ഞ വർഷം നട്ട കൂവയുടെ വിളവാണ് എടുക്കാൻ വന്നത്. ഉണങ്ങി ഇപ്പൊ സൂപ്പറായിട്ട് എടുക്കണം. ഇതിന് കിളയ്ക്കണം. കൂവ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മമ്മിയാണ് കിളയ്ക്കുന്നത് കേട്ടോ. നല്ല ഉണക്കാണ്, ഇലയെല്ലാം ഉണങ്ങി പോയിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിന്റെ വിളവെന്നാ മമ്മി പറയുന്നത്. നമുക്ക് എന്തായാലും നോക്കാം കേസ് എത്രമാത്രം കൂവ കിട്ടുമെന്ന്. ഇത് നടന്ന സമയത്ത് ഞാൻ കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് സ്ഥലമൊക്കെ ഞാൻ മറന്നുപോയി. മമ്മിയാണ് എനിക്കിത് സ്പോട്ടൊക്കെ കാണിച്ചു തരുന്നത്. കൂവ, ഇതാണ് കൂവ. നല്ല പടിയാണ് ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും പുള്ളി ഒരു ഇതിന്റെ ആരോ റൂട്ട് എന്ന് പറയുന്നത് ഇംഗ്ലീഷിലെ ഇതിന്റെ ആരോ പോലെയാണ് ഇങ്ങനെ നിൽക്കുന്ന മണ്ണിൽ. ഇത് നമ്മൾ കിളച്ചെടുക്കാൻ നല്ല പണിയുണ്ട്. എന്തായാലും ഞങ്ങൾ കുറച്ചേ കിളച്ചോളൂ, ഇനിയുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നത് ശരിയായില്ലെന്ന് പറഞ്ഞ് മമ്മി ക്ലിയർ ആയിട്ടൊക്കെ എടുത്ത് കാണിച്ചു തന്നെ കേട്ടോ. ഇപ്പം എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇതാണ് കൂവ. ഞാൻ വീഡിയോ എടുക്കാൻ കാരണം തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കുട്ടികൾക്കും കേട്ടോ നമ്മൾ ആരോ റൂട്ട് എന്ന് പറഞ്ഞ ബിസ്ക്കറ്റ് കഴിക്കുന്നുണ്ടെങ്കിലും ഇതിൽ നിന്നാണ് നമ്മൾ ആ ആരോ റൂട്ട് ബിസ്ക്കറ്റ് എന്ന് പറയുന്ന സാധനത്തിൽ ആരോ റൂട്ട് എന്നൊക്കെ പേര് കേട്ടോ. ഇതാണ് കൂവ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുഴുങ്ങിയെടുക്കുമ്പോൾ അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. കണ്ടോ ഇങ്ങനെ വൈറ്റ് കളർ വരുന്നത്, ഇതാണ് നമ്മൾ എടുക്കുന്നത്. ഇതിൻ്റെ പൊടിയൊക്കെ യൂസ് ചെയ്യും. ഇത് നമുക്ക് പുഴുങ്ങി തിന്നത് നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് മുളകുടച്ചതിൻ്റെ കൂടെ കഴിച്ച് അടിപൊളിയാണ് ഗൈസ്.